അങ്ങനെ ഞാനും കണ്ടു മലൈക്കോട്ടെ വാലിബൻ. കുറേയധികം കളിയാക്കലുകളും വിമർശനങ്ങളും നെഗറ്റീവ് കമൻസും ചുരുക്കം പോസിറ്റീവ് കമൻസും ഒക്കെ കേട്ട് അങ്ങനെ ഒരു മിക്സഡ് കമൻസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ ഇന്ന് പോയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ യഥാർത്ഥ റിവ്യൂ ഞാൻ കണ്ട് മനസ്സിലാക്കി നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നാണ് വിചാരിച്ചാണ് പോയത്. സത്യസന്ധമായ റിവ്യൂ. ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇത് ലാലേട്ടൻ്റെ ഒരു മാസ് പടമല്ല, ക്ലാസ് പടമാണ്. അതുപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇതുവരെ ചെയ്തേക്കുന്ന ആ ഒരു ടൈപ്പ് രീതി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഒന്നും മനസ്സിലാകണമെങ്കിൽ, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ കുറച്ച് തലയൊക്കെ പോയിക്കേണ്ടി വരും, എന്നാലേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫ്രെയിമിംഗ് ആണ്. അത് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമിംഗ് ആണ് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും ആ കാണിച്ചേക്കുന്ന വിഷ്വലൈസേഷൻ അത് വളരെ ഭംഗിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇൻ്റർവൽ ഹാഫ് ടൈം വരെ അതിൻ്റെ അകത്തൊരു ലാഗിങ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അത് ഉള്ള കാര്യമാണ്. ഇവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട്, ഈ പ്രൊമോഷൻ ടൈമിലും അതുപോലെ തന്നെ ഈ ട്രെയിലറിൻ്റെ ടൈമിലും, ട്രെയിലർ ഇട്ടപ്പോഴും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇട്ടപ്പോഴും ഭയങ്കര ഹൈപ്പ് കൊടുത്തു. ലാലേട്ടനെയൊക്കെ ആളുകൾ കാണിച്ച് ഭയങ്കര ഹൈപ്പ് കൊടുത്തു. അപ്പോൾ ആൾക്കാർ അത് വലിയ ബാഹുബലി പോലെയൊക്കെ പ്രതീക്ഷിച്ച് കാണും. ആദ്യമേ തന്നെ ഇവരിത് പറഞ്ഞിരുന്നെങ്കിൽ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്തുള്ള ചിത്രകഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് ആ ഒരു ഫീലിലാണ് ഇത് പോകുന്നത്. ആ ചിത്രകഥ എന്ന് പറയുന്നത് നമ്മളിപ്പം കഥപുസ്തകങ്ങളിലൊക്കെ ഓരോ ബോക്സ് ആയിട്ടാണ് പടങ്ങൾ വരച്ച് അതിലാണ് ഈ ഡയലോഗ്സ് എഴുതി വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്കിത് കാണാം. അപ്പോൾ അത്രയും രസമായിട്ടാണ് ഇതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മളൊരു കാളവണ്ടി വരുന്നു എന്ന് നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ ഓർക്കുന്ന ടൈപ്പ് ഒരു വിഷ്വലൈസേഷനാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോവും, ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞുള്ള അത്ര മനോഹരമായിട്ടുള്ള വിഷ്വലൈസേഷനാണ്. പിന്നെ പറയേണ്ടത് മെയിൻ കാര്യം സിനിമാറ്റോഗ്രാഫി. അത് ഒരു രക്ഷയില്ല. നമ്മൾ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് സാധനം ചെയ്തു വെച്ചേക്കുന്നത്. ഇത്ര മനോഹരമായിട്ട് അതെങ്ങനെ ചെയ്തെന്നൊക്കെയാണ് ഞാൻ ആലോചിച്ച് പോയത് കണ്ടിട്ട്. അതിലാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. വെറുതെ സാധാരണക്കാരൻ ഒരാൾ കയറി സിനിമ കാണും, അപ്പോൾ അയാൾക്ക് വേണ്ട കണ്ടൻറ്റ് അതിലില്ലെങ്കിൽ ഉറപ്പായിട്ടും അയാൾ വെളി വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ്സ് പറയും. പക്ഷേ ഇത് ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു എഫർട്ട് അതിന് ഉറപ്പായിട്ടും നമ്മളൊരു നല്ല അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത്ര നല്ല രസകരമായിട്ടാണ്. പ്രത്യേകിച്ച് ആ ഹാഫ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടുകളിലെല്ലാം അതുപോലെ എൻഡിലേക്ക് അടുക്കുമ്പോഴൊക്കെ ഭയങ്കര രസകരമായിട്ട്, അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടി ഇതുപോലൊരു സംഭവം ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതം തോന്നും. അത്ര രസമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിക്കഴിഞ്ഞായിരിക്കും നമ്മൾ ഫസ്റ്റ് പാർട്ട് കൂടുതൽ ഇതിനോട് താല്പര്യം കാണാനുള്ള ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പം ഫസ്റ്റ് പാർട്ടിനേക്കാളിലും നല്ല എറിക്കുന്ന ഒരു സംഭവമാണ് നിർത്തി വെച്ചേക്കുന്നത്. അതേ രീതിയിൽ തന്നെ അത് കൊണ്ടുവരുവാണെങ്കിൽ നമ്മളീ പറഞ്ഞതിനൊക്കെ നേരെ വിപരീതമായിട്ടായിരിക്കും സെക്കൻഡ് പാർട്ട് വരുന്നത്. ശരിക്കും റിയലായിട്ട് പോകുന്നൊരു സിനിമയാണിത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലാഗിങ് ഫീൽ ചെയ്യുന്നതും. ഈ കാളവണ്ടിയൊക്കെ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിലാണ് കാണിച്ച് പോകുന്നത്. ഒരു ഫ്രെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡയലോഗ് കുറേ നേരത്തോളം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവർ ബോറടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ഇത് കുറേ അഭിപ്രായങ്ങൾ ഞാൻ കേട്ടു, ബാല പോലിരിക്കുന്നു, നാടകം പോലിരിക്കുന്നു. അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അതിൻ്റെ അകത്ത് നാടകത്തിൽ അവിടെ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കാണുമ്പം അത് നാടകത്തിൻ്റെ സ്റ്റൈലിലാണ് ആ പാട്ട് ചെയ്തേക്കുന്നതെല്ലാം. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ പണ്ട് കാലത്തെ അതായത് ഇതിൻ്റെ ഈ കഥ തന്നെ എനിക്ക് വന്ന 500 ഒക്കെ വർഷങ്ങൾ പുറകിലുള്ള കഥകളൊക്കെ ആയിരിക്കും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിലേ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെയൊക്കെ ലാലേട്ടന് BGM കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കാണികൾക്ക് അത് കുറച്ചുകൂടി ഒരു ഹരമായേനെ. കാരണം ഇത് ലാലേട്ടൻ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിലോട്ടൊരു അക്സെപ്റ്റൻസ് ഇത് അംഗീകരിക്കാൻ പറ്റാത്തത്. കാരണം ലാലേട്ടൻ്റെ അഭിനയ പാഠവും വെച്ചിട്ടാണ് ഡയറക്ടർ അദ്ദേഹത്തെ എടുത്തേക്കുന്നത്. പക്ഷേ ആൾക്കാർ ചെല്ലുമ്പം ലാലേട്ടൻ്റെ മാസ് കാണാനാണ് ചെല്ലുന്നത്. പക്ഷേ അതിൽ ലാലേട്ടനെ പറ്റുള്ളൂ ഇങ്ങനെ ഒരു അമാനുഷ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ അകത്ത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു തൂണ് മറിക്കുന്ന സീനൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ റിയലാണെന്ന് ചിന്തിച്ചു പോകും. കാരണം അത് ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ട് അത്ര നമുക്ക് റിയാലിറ്റി, അതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ പറയേണ്ട പാട്ടിൻ്റെ കാര്യമാണ്. പാട്ടെന്ന് പറയാനായിട്ട് 1-2 ചെറിയ മെലഡീസൊക്കെ, ഒരു മെലഡി സോങ് ഉണ്ട്. അതുപോലെ തന്നെ 2-3 പാട്ടുകൾ നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് രീതിയിലാണ് ഇതൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ നാട്ടിൽ മാസ് സീനോ അല്ലെങ്കിൽ അവാർഡ് പടങ്ങൾ മാത്രം പോരാ. ഇത് എടുത്തു വെച്ചേക്കുന്ന രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്, എടുത്തേക്കുന്ന രീതികൾ. അപ്പം നമ്മളതൊക്കെ കാണുക. ഇതിന് കുറ്റം പറയാനും മാത്രമുള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ പറയാനുള്ളത് അഭിനേതാക്കളുടെ കാര്യമാണ്. അതിലേറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് പാർട്ടിൽ മികച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹരീഷ് പേരടിയാണ്.
ഇപ്പോൾ ലാലേട്ടന് കൂടുതൽ മാസ് സീൻസാണ് വന്നേക്കുന്നത് ഡയലോഗിനേക്കാളും. പക്ഷേ ഡയലോഗ്സ് കൂടുതൽ വന്നേക്കുന്നത് ഹരീഷ് പേരടിക്കാണ്. അതൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ എടുത്തേക്കുന്ന, ക്ലൈമാക്സിലൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ എടുത്തേക്കുന്ന സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഭയങ്കര അത്ഭുതപ്പെട്ടു. അത്ര രസമായിട്ടാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അടുത്തൊരു എനിക്കൊരു ചെറിയ കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു BGM ഇടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സത്യമായിട്ടും ആ ഒരു വിഷ്വലൈസേഷന് പറ്റിയൊരു BGM ആയിട്ട് എനിക്ക് തോന്നിയില്ല അത് കണ്ടിട്ട്. ബാക്കി എല്ലായിടത്തും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് ടൈറ്റിൽ, സിനിമ തീർന്നു കഴിഞ്ഞ് എൻഡ് ടൈറ്റിൽ കാണിക്കുമ്പോഴത്തേക്കും ആ എൻഡ് കാർഡ് കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു BGM ഇട്ടിട്ടുണ്ട്. അത് കുറച്ചുകൂടെ രസകരമായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചേക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് നിർത്തിയേക്കുന്നത് കൊണ്ടുവന്ന്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് കണ്ട് തന്നെ നിങ്ങൾ അറിയുക. ഇതിൻ്റെ ഒരു ചെറിയ ത്രെഡെന്ന് പറയുന്നത് കാളവണ്ടിയിൽ പോയി പല നാടുകളിൽ പോയി അവിടുന്ന് മല്ലന്മാരുമായിട്ട് യുദ്ധം ഗുസ്തി പിടിച്ച് ജയിച്ച് അവിടുത്തെ ഇതൊക്കെ നേടി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു മല്ലൻ്റെ കഥയാണിത്. ഇത് റിയൽ സ്റ്റോറിയാണോന്ന് എനിക്കറിയില്ല, അതോ പുള്ളി തന്നെ ഉണ്ടാക്കിയെടുത്താണോ എനിക്കറിയില്ല. നേരത്തെ പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലും ഈ അറബി സിനിമകളിലൊക്കെ ഇങ്ങനത്തെ സ്റ്റോറികൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സഡായിട്ടുള്ളൊരു കഥയായിരിക്കും പുള്ളി എടുത്തേക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ മല്ലയുദ്ധം അത് വളരെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. മല്ലയുദ്ധം മോഹൻലാൽ എന്നുള്ള ഒരു നടൻ്റെ ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സീക്വൻസാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള സിനിമകളിൽ കാണുമ്പോഴുള്ളൊരു ഫൈറ്റ് സീനല്ല അതിൻ്റെ അകത്ത്, മല്ലയുദ്ധം തന്നെ. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു ചെറിയ യുദ്ധമുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 മണിക്കൂറിന് മുകളിൽ സിനിമയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് നിർത്താമായിരുന്നു. അപ്പം കുറച്ചൊക്കെ ലാഗ് കുറച്ച് നമുക്കത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയേനെ. പിന്നെ പറയാനുള്ള മോഹൻലാലിൻ്റെ സ്ക്രീൻ പ്രസൻസ് അതൊരു രക്ഷയില്ലാത്ത കാര്യമാണ്. കാരണം പുള്ളിക്കാരൻ അവിടെ വന്നിരുന്നോ അല്ലെ നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. നല്ല എടുപ്പാണ് കാണാനായിട്ട്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒടിയന് ശേഷം ലാലേട്ടൻ്റെ ലുക്കെല്ലാം മൊത്തത്തിൽ മാറിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടനെ ആ ഒരു പഴയൊരു ഫേസും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഇതാണ്, ഈ നമ്മുടെ മലയാള സിനിമകളിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വിഷ്വലൈസേഷനും ഫ്രെയിമിങ്ങും ഒക്കെയാണ് ചെയ്തേക്കുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് ഓരോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ് അത് നമ്മൾ കാണുന്നത്. ചിലർക്ക് ബോറടിക്കും, ചിലർക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ചിലർക്ക് അതിൻ്റെ അകത്തെ ടെക്നിക്കൽ വശങ്ങൾ ഇഷ്ടപ്പെട്ട് തോന്നും, ചിലർക്ക് BGM, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഓവറോളായിട്ടുള്ള ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളായിട്ട് കാണുവാണെങ്കിൽ ഇതിന് ചിലപ്പോൾ നമ്മൾ 5-ൽ 2 മാർക്കേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ശരിക്കും ഒരു ആസ്വാദകനായിട്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ 5-ൽ 4 മാർക്കും കൊടുക്കും. പിന്നെ ആൾക്കാർ പൈസയും കൊടുത്ത് പോകുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളോടെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് തോന്നിയാണ്. പ്രത്യേകിച്ച് BGM, ലാലേട്ടനൊക്കെ BGM കുറച്ചുകൂടെ ഒരു വിസിലിൻ്റെ ഒരു BGMവും പിന്നെ അതായത് 2 ഫൈറ്റ് സീനിൽ മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള BGM കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാത്തിലും ഒരേ ടൈപ്പിലാണ് BGM പോകുന്നത്. അത് കുറച്ചുകൂടെ, കാരണം നമുക്കത് പറയാം, ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അത്രയും പഴയ കഥകൾ അവർ കാണിക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് ബാഹുബലിക്ക് കൊടുക്കുന്ന ഒരു ഹൈപ്പ് ആ BGM ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലാണ് നമുക്ക് രോമാഞ്ചം വരുന്നത്. ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് BGMൻ്റെ ഒരു സപ്പോർട്ടൂടെ കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ ബെസ്റ്റായിരുന്നു തന്നെ. അത് കൊടുത്താൽ തന്നെ ഓവറോൾ ഇതിൻ്റെ അകത്തെ അതൊക്കെ മാറില്ല. ലാലേട്ടൻ വരുന്ന സീനുകളിലൊക്കെ ഭയങ്കര രസമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ബാക്കിയുള്ള സീനിലാണ് നമുക്ക് ചെറിയ ലാഗിങ് ഒക്കെ തോന്നുന്നത്. പിന്നെ ഒരു വേറെ ലെവലായിട്ടുള്ള വേറെ രീതിയിൽ ചെയ്ത് നോക്കി ഒരു എക്സ്പെരിമെൻ്റായിട്ട് നമുക്ക് കാണാം ഇതിന്. അത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഇതിനായിട്ട് ഇത്രത്തോളം മോശം പറയേണ്ട കാര്യമൊന്നും ആ സിനിമയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പ്രേക്ഷകൻ എന്ന നിലയിൽ പല ആൾക്കാർക്കും പല മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ 100 കോടി 50 കോടി ക്ലബിൻ്റെ ഒന്നും ഡയലോഗ് ഇതിൻ്റെ അകത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അത്രയൊന്നും പടം നേടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പടം പൈസയ്ക്ക് വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം. അതിന് ഇന്ത്യയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു പടമാണ്. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് പറയാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിലെടുത്ത് പറയേണ്ട സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഫ്രെയിമിങ്ങും സിനിമാറ്റോഗ്രാഫിയും ഡയറക്ഷനും എല്ലാം ഉണ്ട്. അത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യങ്ങൾ.